ഞാൻ ഈ അടുത്ത് വന്ന ഒരു കേസിനെ പറ്റി പറയാം, ബിക്കോസ് അത് ഭയങ്കര പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്. ഒരു 18-year-old ബോയ്, ദേഹം മൊത്തം വേദനയായിട്ട് വന്നു. ആളെ എൻട്രൻസിന് പഠിക്കുവാണ്. ഈ കുട്ടി ഒരു ഫേസ് വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു വെളുക്കാൻ വേണ്ടിയിട്ട്. രാത്രിയിൽ അത് പുരട്ടിയിട്ട് കിടക്കും, എന്നിട്ട് രാവിലെ എണീറ്റിട്ട് അത് കഴുകിക്കളയും. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് പുരട്ടിക്കൊണ്ടിരുന്നിട്ട് ആ ക്രീമും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അതിൽ മെർക്കുറി കണ്ടന്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി മെർക്കുറി നമ്മൾ ഫേസ് ക്രീമിൽ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഈവൻ നമുക്ക് കിഡ്നിക്ക് ദോഷം ഉണ്ടാക്കും, ലങ്സിന് ദോഷം ഉണ്ടാക്കാം, ഇതുപോലെ നെർവ്സിന് കുഴപ്പമുണ്ടാക്കാം. അപ്പം പക്ഷെ ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ ഇതിനകത്ത് ഇതുണ്ടെന്ന്. മരുന്നാണെങ്കിൽ ആളുകൾ നമ്മളടുത്ത് ചോദിക്കും, ഈ മരുന്നെടുത്താ ഓക്കെ ഡോക്ടർ മരുന്നെടുത്താ സൈഡ് എഫക്റ്റ് ആവുമോ? പക്ഷെ ഈ ക്രീംസ് ഇത് ലൈക്ക് വെളിയിൽ ക്രീമാണ്, ബട്ട് അത് കണ്ടിട്ട് ആളുകൾ ഇൻസ്റ്റന്റ് റിസൾട്ട് കണ്ടിട്ട് യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിട്ട്. അപ്പം വെളുത്തിട്ട് ആ പയ്യൻ വെളുത്തു, പക്ഷെ ഭയങ്കര പെയിനും അതിന്റെ ബുദ്ധിമുട്ടുകളുമായി, മെർക്കുറി പോയിസണിങ് ആയി. പിന്നെ നമ്മള് അതിന് മെർക്കുറി കിലേറ്റ് ചെയ്യേണ്ട ഏജന്റ് ഒക്കെ കൊടുക്കേണ്ടി വന്നു. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് അങ്ങനത്തെ റീചെക്ക് ചെയ്യണം. ബിക്കോസ് ഇത് ഭയങ്കര പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ള ഇഷ്യൂ ആയതുകൊണ്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ഹൈലൈറ്റ്